പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അതിലൊരു പ്രതികരണവുമായി വന്നിരിക്കുന്നു. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനും പാർട്ടിക്കുമില്ലെന്ന് M.V. ഗോവിന്ദൻ 24നോട്. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളെന്നും M.V. ഗോവിന്ദൻ. ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ചിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ADGPയെ മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മാഷിനറിയാം, ഭരണപക്ഷ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ ആരോപണങ്ങളുണ്ടായി. ഘടകകക്ഷികളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. അങ്ങയുടെ ഒരു നിലപാട് അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാമോ? അല്ല, തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനില്ല, CPM-നുമില്ല. ആവശ്യമായ പരിശോധന നടത്തി ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. DGP തന്നെയാണ് അന്വേഷിക്കുന്നത്. അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം അത് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതിനാവശ്യമായ ഗവൺമെൻറ് സംവിധാനങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് പ്രാപ്തമാണ് എന്നതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇപ്പം CM പറയുന്നത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമ നുണകൾ അതിൻ്റെ ഒരു പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അജണ്ട ഉള്ളതായിട്ട് അങ്ങ് കരുതുന്നുണ്ട്? കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് രണ്ടാം ടേം ഒരു ഘട്ടം കൂടി അധികാരത്തിൽ വന്നു വരുമ്പോൾ ആ നിമിഷം മുതൽ ലോകത്തെമ്പാടുമുള്ള പിന്തിരിപ്പന്മാർ ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി ശക്തിയായ കള്ളപ്രചാര വേല ആസൂത്രിതമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും കാണുന്ന ചിത്രം. ഇപ്പം തുടർച്ചയായിട്ടുള്ള വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നുണ്ടോ? അല്ല, വിവാദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ, മാധ്യമങ്ങളാണല്ലോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. വേറെ എന്ത് വിവാദം? അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ജനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ വിവാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ അവസാനത്തെ 5 കൊല്ലം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം നടത്തിയിട്ടും ജനങ്ങളുടെ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നത്. അത് ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ്. കേരളത്തിലെ ഗവൺമെൻറ് വലിയ പ്രതിരോധത്തിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. തിരുത്തൽ നടപടികളൊന്നും ആവശ്യമില്ല. തിരുത്തൽ നടപടികൾ ചേർന്നുകൊണ്ടല്ലേ മുന്നോട്ടേക്ക് പോകുന്നത്. തിരുത്തൽ നടപടി വേണ്ടെന്നാരാ പറഞ്ഞത്? എല്ലാറ്റിലും തിരുത്തലുണ്ട്. തിരുത്തലില്ലാതെ ഒരു പ്രക്രിയയുമില്ല. എല്ലാ പ്രക്രിയകളും തിരുത്തലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തിരുത്തൽ പ്രക്രിയയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഗവൺമെൻറ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ റൂൾ 300 അനുസരിച്ച് ഏറ്റവും പിന്നിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുമെന്നും ഓരോന്നോരോന്ന് എങ്ങനെയാണ് നിർവഹിക്കാൻ പോകുന്നത് എന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ. അസംബ്ലി തന്നെ പരസ്യമായിട്ട് ജനങ്ങൾക്ക് അറിയാത്തക്ക രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്ന് പിണറായി വിജയൻ P.V. അൻവർ വാർത്താ സമ്മേളന പോര്. P.V. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചത്. കൈവിട്ടെങ്കിലും P.V. അൻവറിനെ CPM കൈവിടുമോ എന്നാണ് ഇനി ഈ മണിക്കൂറിൽ നമ്മുടെ മലയാളി സമൂഹം കാത്തിരിക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ P.V. അൻവർ ഈ യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് തോന്നുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പോയ ഉടനെ തന്നെ പുതിയ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അതിലും കടുത്ത നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. SK ഇതിലെ CPIM-ഉം സർക്കാരും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം പരിശോധിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ P.V. അൻവറിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറഞ്ഞു, ആരെങ്കിലും പറയുന്നത് പോലെ ഉദ്യോഗസ്ഥരെ വയ്ക്കാനും മാറ്റാനും തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായ മെസ്സേജാണ്. അത് P.V. അൻവറിൻ്റെ നിലപാടിനെ തള്ളലാണ്. മാത്രവുമല്ല, P. ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നു, P. ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ അതും P.V. അൻവറിന് വളരെ കൃത്യമായുള്ള മറുപടിയാണ്. പക്ഷേ എന്നാൽ അതോടുകൂടി P.V. അൻവർ ഈ വിഷയം അവസാനിപ്പിച്ച് നിലപാട് തിരുത്തുമെന്നായിരുന്നു CPIM നേതൃത്വം പ്രതീക്ഷിച്ചത്. നമ്മൾ മുതിർന്ന CPIM നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ അതായിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് P.V. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, താൻ മാധ്യമങ്ങളെ കാണുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം തെറ്റ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് P.V. അൻവർ പറയുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി പാർട്ടിയും സർക്കാരും ഇതിൻ്റെ വിവരങ്ങൾ രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ അൻവറിന് പുറകിൽ കുറച്ചുപേർ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. അതിൽ പല തലത്തിലുള്ളവർ, മാധ്യമരംഗത്തുള്ളവർ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ, ഇവരെല്ലാം തന്നെ ചേർന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായാണ് അൻവർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതായാലും കൂടുതൽ പരിശോധനകളിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അജിത് കുമാറിനെയും പി ശശിയെയും ആക്രമിച്ചുകൊണ്ട് അതിലൂടെ പിണറായി വിജയനെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്, സർക്കാരിനെയാണ് എന്നത് കൃത്യമായി രാഷ്ട്രീയമായി പാർട്ടിയും അതുപോലെ ഭരണപരമായി സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇന്നലെ അൻവറിന് മറുപടി നൽകിയത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ അൻവറിനെ പുറത്താക്കുന്നത് പോലുള്ള, അല്ലെ അൻവർ സ്വതന്ത്ര MLA ആണ്, അത്തരത്തിൽ ഇടതുപക്ഷത്ത് വേണ്ട, ഇടത് ബ്ലോക്കിലിരിക്കേണ്ട എന്ന നിലപാടൊന്നും CPIM എടുക്കില്ല, ഇടതുമുന്നണി എടുക്കില്ല. അൻവറിൻ്റെ നിലപാടെടുക്കാം എന്നതായിരിക്കും CPIMൻ്റെ സർക്കാരിൻ്റെ നിലപാട്. SK. ഓക്കെ, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഷാജി AK ഗുഡ് മോർണിംഗ്. SK, എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ 7 മണിക്ക്. ആ പോസിറ്റീവ് എനർജി സൂക്ഷിക്കാനായിരിക്കണം നമ്മുടെ ശ്രമം. കാരണം രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ടെലിവിഷൻ്റെ മുമ്പിലോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഈ വാർത്താ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു സുഖകരമായ എനർജിയും ഊർജ്ജവും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃതാർത്ഥരായി.